മണിക്കുട്ടാണോ? രവിയണ്ണനെ സമ്മതിക്കുമായിരിക്കുവോ? അല്ല, പുള്ളി അങ്ങ് എടിപിടിന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചിന്നു ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അല്ല എന്ന് പറഞ്ഞാലേ പ്രായപൂർത്തിയായ പെങ്കൊച്ചല്ലേ, അവളെയൊക്കെ ഒറ്റയ്ക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് വിടുക എന്ന് പറഞ്ഞാലേ ഏതച്ഛനും ഒരു വിഷമമുള്ള കാര്യമാ. അണ്ണൻ പോയിട്ടുണ്ടാ? ഞാനോ? ഒറ്റത്തവണ. എപ്പോ? അത് ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോകായിരുന്നു അങ്ങ് മൈസൂർക്ക്. ഞാൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൂടെ ടൂർ പോകണം, 50 രൂപ ഫീസ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് തരത്തിലിടാന്ന്. അയ്യോ, പൈസ ഇല്ലായിരുന്നു. ഏയ് പൈസ ഇല്ല കേട്ടോ, അച്ഛൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ അന്ന് പൂത്തിരിക്കുക. അത് അല്ലല്ല, അത് പിള്ളേര് പിന്നെ സ്വഭാവം മാറിപ്പോവും, അത് നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ അച്ഛനെ ടൂറിന് വിട്ടില്ല. ആ ദേഷ്യത്തിന് ഞാൻ അന്ന് തന്നെ അച്ഛന്റെ പോക്കറ്റിൽ കിടന്ന് 50 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ നാട് വിട്ടു. പണ്ടേ വിരുദ്ധനാ. എന്നിട്ട് എങ്ങോട്ട് പോയി? ബോംബെ പോയാ? ധാരാവിയായിരിക്കും. ബോംബെയിലൊന്നും പോയില്ല. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്, വല്യച്ഛന്റെ വീടുണ്ട്. ഞാൻ അവിടെ പോയി. അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞില്ല. എങ്ങോട്ട് പോകാൻ അറിഞ്ഞുകൂടാലോ, നാട് വിട്ടല്ലേ. ഒന്നും ഫോണൊന്നുമില്ല. ഫോണൊന്നുമില്ല, ഒന്നുമില്ല. എഴുത്തെഴുതുക മാത്രമല്ല ഉള്ളു. വല്യച്ഛന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ് വെറുതെ 2 ദിവസം വെറുതെ എനിക്ക് സംശയം തോന്നിയില്ല. അപ്പൊ സ്കൂളില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്നെ തിരക്ക് ആള് വരിക. അതായത് എന്നെ കാണാതായ ദിവസം മുതല് അച്ഛൻ ആൾക്കാരെ വിട്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ചു. പിന്നെ അങ്ങനെ അന്വേഷിപ്പിച്ച പറഞ്ഞ് വല്യച്ഛന്റെ വീട്ടിൽ ഞാനുണ്ടെന്ന്. അങ്ങനെ അവിടെ ആളിനെ വിട്ട് എന്നെ അവിടുന്ന് പൊക്കി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പം ഞാൻ കാണുന്നെന്ന് പറഞ്ഞാല് അച്ഛൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റി കസേരയിൽ ഇരിക്കുക. അടിച്ചു കാണും. ഇല്ലടി, എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ കരഞ്ഞ. അന്ന് എനിക്ക് മനസ്സിലായി, അതായത് അച്ഛന്മാരുടെ സ്നേഹം എന്തുവാന്ന്. അല്ല, ആ ഒരു വിഷമം അളിയനും ഉണ്ടാവുമല്ലോ. പിന്നെ ഏതായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവള് വലിയ ധൈര്യശാലിയാ, പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. അവളിപ്പോ ഒറ്റയ്ക്ക് പോയാലും അവള് നല്ല എന്റെ അടുത്തോടെ നിൽക്കും. അല്ലാതെ ബോക്സിങ് അറിയാമല്ലോ, ഒരു വന്നാലും ഇടിച്ച് വീഴ്ത്താൻ അവർക്ക് അറിയാമല്ലോ. സാരമില്ലെന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പറഞ്ഞു നോക്കാം. നീ വാ മാമ. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മാമ ഇവിടെ ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ് മാമ. എടി, അതെ, അങ്ങനെ ഇപ്പൊ ഇച്ചിരി ചൂടില്ല. ആ ചൂടൊന്ന് ആറി കഴിയുമ്പോ ഞാൻ സമാധാനമായിട്ട് പറഞ്ഞ് അതിനെ മനസ്സിലാക്കിക്കൊള്ളാം. നീ ധൈര്യമായിട്ടിരിക്കേ. എന്തു പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം? അവക്കിപ്പോ ഒരു സോളോ ട്രിപ്പ് പോണോന്ന്. സോളോ ട്രിപ്പാ? എങ്ങോട്ട്? എങ്ങോട്ടെന്നൊന്നും ഞാൻ തീരുമാനിച്ചൊന്നുമില്ല. എല്ലാ പിള്ളേരും പോകുന്നുണ്ട് അമ്മ ഒറ്റയ്ക്കൊക്കെ. എനിക്കും പോണം. ഒരിടത്തും പോണ്ട. അല്ലെങ്കിൽ തന്നെ TV തുറന്നു കഴിഞ്ഞാൽ പീഡനം, കൊള്ള, കൊലപാതകം ഇതൊക്കെയാണ്. ഒരിടത്തും ഞാൻ വിടൂല കേട്ടോ. മനസ്സിൽ നിന്ന് മാറ്റി. അമ്മ അതൊക്കെ ശരി തന്നെ. ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞ ആരും നമ്മളെ കൂടെ വന്ന് പിടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവള് പോട്ട് ചേട്ടത്തി. അല്ലെങ്കിൽ പിള്ളേരെ ഇങ്ങനെ അടച്ചിട്ട് വളർത്താനൊന്നും പാടില്ല. പിള്ളേർക്ക് കുറച്ച് ധൈര്യമൊക്കെ കൊടുക്കണം. എന്റെ പെങ്ങളെ, പെൺപിള്ളേരായാലേ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച് കുറച്ച് ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഒരു ആഗ്രഹമേ, നമ്മളല്ലാതെ വേറെ ആരാ സഹായിച്ചു കൊടുക്കുന്നത്? അവള് പോട്ടെ, അവള് പറക്കട്ടെ. പ്ലീസ് അമ്മ, ഒന്ന് സമ്മതിക്ക് പ്ലീസ്. പ്ലീസ്. എന്നാ ശരി, നമ്മളായിട്ട് ആരുടെയും ചിറകൊന്നും ഓടിക്കണില്ല. താങ്ക്സ് അമ്മ. ഇപ്പോഴാണ് പുലിനട വീട്ടിലെ മണിക്കുട്ടിയാണ്. ഇനി അച്ഛനെയും കൂടി സമ്മതിപ്പിക്കണം. നല്ല അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. അച്ഛൻ ഫുൾ ടൈം രാംകുമാർ സാറേ സാറേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നു. സാറിന്റെ മെസ്സേജാണ് വായിച്ചോണ്ടിരിക്കുന്നത്. സാർ എന്തൊക്കെ കാര്യം ഇട്ടിരുന്നല്ലോ, നിനക്കൊക്കെ വല്ല അറിയണോ? ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ദൈവമേ, എന്റെ പൊന്നച്ഛ, അവര് വന്ന് പലതും പറയും. അച്ഛൻ ഒന്ന് സമ്മതിക്കരുത്. സമ്മതിക്കില്ല? അച്ഛൻ എന്റെ കൂടെ നിൽക്കണം പ്ലീസ്. അച്ഛൻ ഒന്നും സമ്മതിക്കരുത് കേട്ടല്ല. എന്തോന്ന് വെച്ചാ പറയണേ? എന്തോന്ന് ഒന്നും അറിയണ്ട, ഇവിടെ ഇരുന്നു അങ്ങ്. ഇവിടെ എന്തോ നടക്കണേ? ഇവിടെ പലതും നടക്കും. ഇവിടെ പലതും നടക്കും. പക്ഷേ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണേ. എടി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു നോക്കാം. സമ്മതിക്കില്ലയോന്നൊന്നും എനിക്കറിയാം. അളിയാ, ഇത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്താ ഒരു വല്ലായ്മ? ആരും കഴിച്ചില്ലേ? പിന്നെ ഓഫീസിലൊന്നും പോകുന്നില്ലയോ? എന്തോ അളിയാ, ഇന്ന് ഞാൻ ലീവല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. എന്താ അളിയാ? എന്ത്
എന്ത് പിന്നെ ചിന്നുവിന് അളിയനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചിന്നുവിനാ എന്താ? അണ്ണാ നമുക്കേ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അണ്ണാ ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അണ്ണാ. നടക്കണം. അതളിയ ഞാൻ പറഞ്ഞുതരാം. അതായത് ചിലർക്ക് ചിലരോട് ചില ഇഷ്ടങ്ങൾ തോന്നും, അതുപോലെ തന്നെ ചിലർക്ക് ചിലരോട് ചില അനിഷ്ടങ്ങളും തോന്നും എന്നാ അവള് പറഞ്ഞു വന്നത്. അല്ലേ ഇവിടെ ഇപ്പം ആർക്ക് എന്തോന്ന് ഇഷ്ടം? ആരോട് ഇഷ്ടം? അതായത് നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ വരുമല്ലോ, അണ്ണ അത് നടത്തണം. അണ്ണനെ കൊണ്ടത് പറ്റും. അളിയ, മനസ്സിൽ നമുക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചുമതലയാ. അളിയനെ അത് നടത്തി തരണം, പൂർണ്ണ മനസ്സോടെ അത് നടത്തി തരണം പ്ലീസ്. ഇല്ല അളിയ എവിടെ ചിന്നു, ഇത് നടക്കൂല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടക്കൂല, സമ്മതിക്കൂല, ഞാൻ നടത്തൂല അളിയ നടത്തൂല. അല്ല അതാണ് എന്റെ അച്ഛൻ. നടത്തൂല എന്ന് പറഞ്ഞാൽ നടത്തൂല. ഇടി നടക്കത്തില്ല, നിന്റെ ട്രിപ്പ് പോണ കാര്യം ഒന്നും നടക്കൂല. എന്റെ അച്ഛന് പൊക്കിന് ജീവനോടെ നടക്കൂല. അച്ഛ ഒന്ന് സമ്മതിക്ക. അച്ഛനല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കണമെന്ന്. പ്ലീസ് അച്ഛാ, എനിക്ക് സോളോ ട്രിപ്പിന് പോകണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ് അച്ഛാ. ഇത് നടന്നില്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവും. ട്രിപ്പ് അല്ല, ഇതാണോ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ പറഞ്ഞത്? പിന്നല്ലാതെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞത് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് അളിയെന്താ വിചാരിച്ചു? അല്ല ഞാൻ വേറൊരു കാര്യം വിചാരിച്ചു. അല്ല അളിയൻ എന്തോ വിചാരിച്ചേ? ഇല്ല അളിയ, അതല്ലല്ലോ അച്ഛാ ഇപ്പൊ ഇവിടത്തെ അല്ല വിഷയം. അളിയൻ എന്തോ വിചാരിച്ചു, അളിയന് പറയണം. ഇല്ല അളിയ, അവളെ ഒന്ന് സമ്മതിക്കച്ചാ പ്ലീസ് അച്ഛാ പ്ലീസ്. എന്തോന്നണ്ണാ? അതിനെന്ത് അളിയ, ഇവള് പോട്ടെ ട്രിപ്പ്. മോള് പോയിട്ട് വാ. അച്ഛൻ സമ്മതിച്ചോ? ഞാൻ പറഞ്ഞില്ലേ മോളെ. അച്ഛാ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണ്, സോളോ ട്രിപ്പ്. ഇവള് ഒറ്റയ്ക്കാണ് പോയത്. പ്രായപൂർത്തിയായ ഒരു കൊച്ച്. ഇപ്പോഴത്തെ സമൂഹം ശരിയല്ല അച്ഛാ. ശരിയല്ല. വിടരുത് എന്തിനാലും വിടരുത്. നീ എന്തോന്ന് പറയണോ കൊച്ചേ? അവളെ പ്രായപൂർത്തിയായ കൊച്ചാണെന്ന് എനിക്കറിയാം. അവളെ നല്ല ലോക പരിജ്ഞാനവും കൊണ്ട് മാത്രമല്ല അവൾ ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോണു അല്ലേ? ബോക്സിംഗ് അറിയാവക്ക്. പിന്നെ ഒരു പ്രശ്നമില്ല. ഇല്ല ഒരുത്ത വന്ന് കഴിഞ്ഞാൽ അടിച്ചിടാനൊക്കെ എനിക്ക് പറ്റും. നിക്ക് മോള് പോയിട്ട് വാ അല്ലേ അളിയാ? സീരിയസ്ലി അതെ, മോള് ഞാൻ പോയിട്ട് വാ. പോവാൻ വേണ്ടിട്ടേ ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കട്ടെ. ലിസ്റ്റാ? ഓ സമ്മതിച്ചു വന്നിരിക്കുന്നു. അല്ല ഈ പിള്ളേരുടെ ആഗ്രഹങ്ങളെ നമ്മളല്ല വേറെ ആരാ സാധിച്ചു കൊടുത്തു? പിന്നെ എന്റെ അളിയ, ഇവരുടെ ഒരാഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. എനിക്കറിയാം അവര് തെറ്റായിട്ടൊന്നും ചെയ്യില്ല, അവര് നല്ലതേ ചെയ്യൂ. ഉറപ്പാണ്. അച്ഛാ എനിക്ക് ട്രിപ്പ് പോണം. ട്രിപ്പ് പോണോ? അതെ, എന്റെ മോള് പഠിക്കാനുള്ളൊക്കെ പോയിരുന്നു പടി. അതെന്തോന്ന് അവളോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ അവൾക്ക് പറയില്ല, നീ ഇരുന്ന് പഠി. എനിക്ക് ട്രിപ്പ് പോണോ? എനിക്ക് ട്രിപ്പ് പോണോ അച്ഛാ?